ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫുട്ബോളർ. നിലവിൽ ഇറ്റാലിയൻ ലീഗിൽ ജുവന്റസിനു വേണ്ടി കളിക്കുന്ന പോർച്ചുഗൽ ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻ. ഇങ്ങനെ ഒരുപാട് വർണ്ണനകൾ ഉള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവീറോ എന്ന CR7. 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിൽ തൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും ഇളയ മകനായി ക്രിസ്ത്യാനോ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോസെ ഡാനിസ് അവീറോ ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു. അമ്മ മരിയ ഡോളറസ് ഡോസ് സാന്റോസ് അവീറോ ഒരു സ്കൂളിലെ പാചകക്കാരിയും. ക്രിസ്ത്യാനോയുടെ പേരിലെ റൊണാൾഡോ എന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട ആക്ടറായിരുന്ന അമേരിക്കൻ 40ാം പ്രസിഡന്റ് റൊണാൾഡ് റീഗന്റെ സ്മരണാർത്ഥം വെച്ചതാണ്. ഡോസ് സാന്റോസ് എന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കുടുംബപ്പേരും അവീറോ എന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കുടുംബപ്പേരുമാണ്. റൊണാൾഡോ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബം കൊടും ദാരിദ്ര്യത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഹ്യൂഗോ എന്ന ഒരു ചേട്ടനും എൽമ, ലിലിയാന എന്ന 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. ഇനിയൊരു കുഞ്ഞിനെ കൂടി വളർത്താനുള്ള സാമ്പത്തിക ശേഷി ആ കുടുംബത്തിനില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭാവസ്ഥയിൽ പലതവണ ചൂടുള്ള ബിയർ കഴിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധികളെയും മറികടന്ന് കുഞ്ഞ് റൊണാൾഡോ ജനിച്ചു. സ്കൂളിലെ കുക്കായിരുന്ന അമ്മ അവിടെ ബാക്കിയാവുന്നത് തനിക്ക് കൊണ്ടുവരുന്നത് കാത്തിരുന്ന റൊണാൾഡോയുടെ ബാല്യകാലം. കൊടും ദാരിദ്ര്യത്തിലും അദ്ദേഹം ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തു. റൊണാൾഡോ വളർന്നത് പോർച്ചുഗൽ ക്ലബ്ബായ ബെൻഫിക്ക പ്രേമിയായാണ്. 8ാം വയസ്സിൽ അമച്ചർ ടീമായ അന്റോവിയയ്ക്ക് വേണ്ടി കളിച്ചു. 1995 നാസിയോണിൽ ചേർന്നു. അവിടെ നിന്നാണ് ശരിക്കും റൊണാൾഡോയുടെ കരിയർ ആരംഭിക്കുന്നത്. അവിടെ മികച്ച 2 സീസണുകൾക്ക് ശേഷം സ്പോർട്ടിങ്ങിന്റെ കരാർ അദ്ദേഹത്തിന് ലഭിച്ചു. അവിടെ മറ്റ് യുവതാരങ്ങൾക്കൊപ്പം സ്പോർട്ടിങ്ങിന്റെ യൂത്ത് അക്കാദമിയായ അൽക്കൂയിയിൽ പരിശീലനം നേടി. സ്പോർട്ടിങ്ങിന്റെ അണ്ടർ 60, അണ്ടർ 70, അണ്ടർ 80 ബി ടീം പിന്നെ ഫസ്റ്റ് ടീം എന്നിവയിൽ ഒരേ സീസണിൽ കളിച്ച ഒരേ ഒരു താരമാണ് റൊണാൾഡോ. ആ ഇടയ്ക്ക് 15ാം വയസ്സിലാണ് അദ്ദേഹത്തിന് ഗുരുതരമായ റേസിംഗ് ഹാർട്ട് എന്ന അസുഖം പിടിപെടുന്നത്. ഒന്നുകിൽ ഫുട്ബോൾ എന്ന സ്വപ്നം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു മേജർ ഓപ്പറേഷന് വിധേയമാവുക. ഈ 2 ഓപ്ഷനായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ സ്പോർട്ടിങ്ങിലെ അധികൃതർ അദ്ദേഹത്തിന്റെ അമ്മയുടെ സമ്മതത്തോടെ അദ്ദേഹത്തെ ലേസർ ഉപയോഗിച്ചുള്ള സർജറിക്ക് വിധേയമാക്കി. ഓപ്പറേഷൻ വിജയം കണ്ടു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം വീണ്ടും പരിശീലനത്തിനിറങ്ങി. റൊണാൾഡോയുടെ കഴിവുകൾ ശ്രദ്ധിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജർ സർ അലക്സ് ഫെർഗൂസൻ 2003 18 വയസ്സുള്ള റൊണാൾഡോയുമായി കരാർ ഒപ്പുവെച്ചു. ആ സീസണിൽ തൻ്റെ ആദ്യ ക്ലബ്ബ് നേട്ടമായ FA കപ്പിൽ മുത്തമിട്ടു. 2004 UEFA യൂറോ കപ്പ് റൊണാൾഡോ ഉൾപ്പെട്ട പോർച്ചുഗൽ ടീം 2ാം സ്ഥാനം നേടി. 2008 റൊണാൾഡോ തൻ്റെ ആദ്യ UEFA ചാമ്പ്യൻസ് ലീഗ് നേടി. കലാശക്കളികളിലെ മികച്ച താരം ഇദ്ദേഹമായിരുന്നു. അതേ വർഷം തന്നെ റൊണാൾഡോ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ ആയും FIFPro വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ ആയും തെരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ 40ാം വർഷത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യ ബാലൺ ഡിയോർ ജേതാവുമായി റൊണാൾഡോ മാറി. മാഞ്ചസ്റ്ററിൽ നിന്നും ഒരു മികച്ച താരമായി മാറിയ റൊണാൾഡോ പിന്നീട് റയലിലെത്തി. ഒരു സൂപ്പർ താരത്തിൽ നിന്നും ഒരു ഇതിഹാസ താരത്തിലേക്കുള്ള വളർച്ചയെത്തിയത് റയലിൽ വെച്ചായിരുന്നു. 2013, 2014, 2016, 2017 വർഷങ്ങളിൽ വീണ്ടും റൊണാൾഡോ ബാലൺ ഡിയോർ നേടി. ഇപ്പോൾ റൊണാൾഡോയുടെ ക്ലബ്ബ് കരിയർ ജുവന്റസിൽ എത്തി നിൽക്കുന്നു. ക്ലബ്ബ് നേട്ടങ്ങൾക്കൊപ്പം ദേശീയ ജേഴ്സിയിൽ പോർച്ചുഗലിനു വേണ്ടി യൂറോ കപ്പും പ്രഥമ UEFA നാഷൻസ് കപ്പും നേടിയ ക്യാപ്റ്റനുമാണ് അദ്ദേഹം. Share chat.